കളിക്കാരിലും ചെറുപ്പക്കാരിലും വരുന്ന പ്രധാന പരിക്കുകളിലൊന്നാണ് മുട്ടിന് വരുന്ന ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ACL അല്ലെങ്കിൽ പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് PCL, കൊളാറ്ററൽ ലിഗമെന്റ്സ് MCL, LCL അങ്ങനത്തെ ലിഗമെന്റുകൾക്ക് വരുന്ന പരിക്കുകൾ. ലിഗമെന്റ് പൊട്ടിപ്പോയാൽ അതിന് ഓപ്പറേഷൻ വേണമോ? എല്ലാ ലിഗമെന്റ് ഇഞ്ചുറിക്കും ഓപ്പറേഷൻ വേണ്ട. MRIയിൽ ACL പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ പൊട്ടലിൻ്റെ ശതമാനം നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു 50% കുറവേ കയറിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ വ്യായാമങ്ങൾ കൊണ്ടും മസിൽസിനെ സ്ട്രെങ്തനിങ് കൊണ്ടും ശരിയാക്കാൻ പറ്റും. മെനിസ്കസ് എന്ന് പറയുന്നത് കുഷൻസ് ആണ്. ഈ കുഷൻ ഒരു കാറിൻ്റെ ഷോക്ക് അബ്സോർവർ പോലെയാണ്. അപ്പോൾ മുട്ടിനകത്ത് മെനിസ്കസ് കയറിയാൽ മുട്ടിന് ലോക്കിങ്, വേദന, സ്റ്റക്ക് ആവുന്ന ഫീലിംഗ് ഉണ്ടാവാം. ലിഗമെന്റ് പൊട്ടുമ്പോൾ അതൊരു പോപ്പിംഗ് സൗണ്ട് ഉണ്ടാവാം, പിന്നെ ഒരു നീർക്കെട്ട് ഉണ്ടാവാം, പിന്നെ വേദന ഉണ്ടാവില്ല. ലിഗമെന്റ് വേദനയുള്ള സ്ട്രക്ചർ അല്ല. അപ്പോൾ ലിഗമെന്റിന് ഇഞ്ചുറി ഉണ്ടായാൽ കാല് സ്ലിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓടുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ കാല് തെന്നുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലിഗമെന്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ലിഗമെന്റിന് വേണ്ടി എന്തെങ്കിലും കറക്ഷൻസ് വേണമോ എന്നുള്ളതാണ്. മെനിസ്കസിന്റെ പരിക്കുകൾ കളിക്കാരിൽ മാത്രമല്ല, പ്രായം കൂടുമ്പോൾ തേയ്മാനങ്ങൾ കൊണ്ടും ഡീജനറേഷൻ കൊണ്ടും ഉണ്ടാവാം. അങ്ങനെയുള്ളത് വേദനയാണ് ഉണ്ടാക്കുക. അതിനെ കൂടുതലും വ്യായാമങ്ങൾ കൊണ്ടും ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ, ബ്രേസസ്, പിന്നെ മരുന്നുകൾ കൊണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റിനെ വളരെ എളുപ്പത്തിൽ ഈ ഹോളായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഒരു കുറച്ച് ദിവസം റെസ്റ്റ്, 2 ആഴ്ച കൊണ്ട് മുഴുവൻ വെയിറ്റ് കൊടുത്ത് നടക്കാം. ജോലിയിലേക്ക് 2 ആഴ്ച കൊണ്ട് തിരിച്ചു കയറാം. ഒരു 6 ആഴ്ച കൊണ്ട് സാധാരണ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും 3 മാസം കൊണ്ട് ഓടാനും കളികളിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് പറ്റും.